നമസ്കാരം. ബാലരാമപുരത്ത് 2.5 വയസ്സുകാരി കൊല്ലപ്പെട്ട കേസിൽ അന്വേഷണം പുരോഗമിക്കവേ പെൺകുട്ടിയുടെ അമ്മ അറസ്റ്റിൽ. സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുത്തെന്ന് കാണിച്ച് ശ്രീധുവിനെതിരെ കൂടുതൽ പേർ സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകിയിരുന്നു. ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് പണം തട്ടിയതെന്ന് പറഞ്ഞായിരുന്നു പരാതി. അതേസമയം കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് സെഷൻ ഓഫീസർ എന്ന പേരിൽ ഷിജു എന്നയാൾക്ക് നിയമന ഉത്തരവ് കൈമാറി 10 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി. ഇതടക്കം 10 പരാതികളാണ് പോലീസിന് കിട്ടിയത്. മറ്റ് പരാതികളിൽ അന്വേഷണം നടക്കുകയാണെന്ന് SP KS സുദർശൻ പ്രതികരിച്ചു. അതേസമയം ദേവേന്ദ്രന്റെ മരണത്തിൽ 4ാം ദിനവും ബാലരാമപുരം കൊലക്കേസിൽ അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ്. കുഞ്ഞിനെ അമ്മാവൻ കൊലപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് അന്വേഷണം തുടരുന്നതിനിടയിലാണ് അമ്മയ്ക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് കേസെടുത്തത്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്ത ശ്രീധു ജോലി വാഗ്ദാനം ചെയ്താണ് പലരിൽ നിന്നുമായി പണം തട്ടിയെടുത്തത്. പലതവണകളായി 10 ലക്ഷം രൂപ ശ്രീധു തട്ടിയെന്നാണ് ബാലരാമപുരം സ്വദേശിയുടെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീധുവിനെതിരെ ചുമത്തിയത്. തട്ടിപ്പിൽ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കരിക്കകം സ്വദേശിയായ ജോത്സ്യൻ ദേവിദാസിന് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. മാനസിക ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. അടിക്കടി ഇയാൾ മൊഴി മാറ്റിയതും മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതും പോലീസിനെ കുഴപ്പിച്ചിരുന്നു. തട്ടിപ്പ് കേസിൽ ശ്രീധു പെട്ടതോടെ ഭർത്താവ് ശ്രീജിത്തും ഭാര്യയ്ക്കെതിരെ പോലീസിന് മൊഴി നൽകി. ഈ സാഹചര്യത്തിലാണ് ദേവേന്ദ്രന്റെ കൊലയിലും അമ്മയിലേക്ക് സംശയം നീളുന്നത്. 36 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ആരോപിച്ച് ജോത്സ്യനെതിരെ ശ്രീധു ഒരു പരാതി നൽകിയിരുന്നു. ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരം ഒരു പൊതുപ്രവർത്തകന്റെ കൈവശം പണം നൽകിയെന്നായിരുന്നു ശ്രീധു പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരാളെയോ ഇത്തരത്തിലുള്ള ഒരു സന്ദേശമോ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതോടെ ശംഖുമുഖം ദേവിദാസന്റെ മൊഴിയും നിർണായകമായി. ശ്രീധുവിനെതിരെ ദേവിദാസൻ ലിവിംഗ് ടുഗദർ ബന്ധമടക്കം ആരോപിച്ചിട്ടുണ്ട്. അതായത് പല ദുരൂഹതകളും ശ്രീധുവുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നു. ജനുവരി 30 വ്യാഴാഴ്ചയാണ് ബാലരാമപുരം കോട്ടുകോൽക്കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീജിത്ത് ദമ്പതിമാരുടെ മകൾ ദേവേന്ദ്രനെ ശ്രീധുവിന്റെ സഹോദരൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നിൽ അന്ധവിശ്വാസമാണെന്നായിരുന്നു ആദ്യ സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ മന്ത്രവാദം നടത്തിയ ജോത്സ്യനെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീധു തന്ത്രപരമായി നീക്കം നടത്തിയിരുന്നു. ഇതിന് രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീധു നടത്തിയെന്നാണ് സൂചന. താലി കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വജ്രായുധം തന്നെയായിരുന്നു ശ്രീധു പുറത്തെടുത്തത്. എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് തുടർന്നു. ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീധു ബാലരാമപുരത്തേക്ക് എത്തിയത്. അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം. ശ്രീധുവിന്റെ അച്ഛൻ ഉദയന്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കാണുന്നുണ്ട്. മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു. ഇതിന്റെ വിലയാണ് ഉദയന്റെ മരണമെന്ന സംശയവും സജീവമാണ്. തന്ത്രപരമായി കളിക്കുന്ന ശ്രീധുവിന് പിന്നിൽ വമ്പൻ തോക്കുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം. ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകയാക്കി കേസിൽ നിന്നും തടിയുരാനുള്ള ശ്രീധുവിന്റെ നീക്കമാണോ നടക്കുന്നതെന്ന സംശയം സജീവമാണ്. എന്നാൽ പോലീസ് അന്വേഷണം ശ്രീധുവിലേക്ക് കടക്കുന്നില്ല. ഹരികുമാറിന്റെ കുറ്റസമ്മതമാണ് ഇതിന് തടസ്സം. ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാകാൻ സാധ്യതയേറെയാണ്. ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങളുണ്ടെന്നും അതിന് എല്ലാ സഹായവും സഹോദരി ചെയ്തു കൊടുത്തുവെന്ന തരത്തിലായിരുന്നു ആദ്യം വാർത്തകൾ. എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങളുള്ളതായി ആർക്കും അറിയില്ല. ദേവേന്ദ്രനെ കൊലപ്പെടുത്തിയ മാതൃ സഹോദരൻ ഹരികുമാറിന് 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. 10ാം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാൻ പോയി. ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിന് പോകാറുണ്ടായിരുന്നു. 3 വർഷം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലുമായിരുന്നു.